ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരം. അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ ഇന്ന് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഈ ആഗ്രഹത്തിനുള്ള മറുപടി എന്താണെന്ന് പറയുക യൂണിവേഴ്സ് എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റീഡിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് ചാനൽ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയറൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോ ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക യൂണിവേഴ്സിനോട്. എന്താണ് ആ ക്വസ്റ്റ്യനുകൾക്കുള്ള ആൻസറുകളാണ് നമുക്കിവിടെ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. കുറച്ച് ആളുകൾക്ക് ഒരു ആഗ്രഹമുള്ളതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഒരു ജോബ്, അല്ലെങ്കിൽ വിദേശത്ത് പോയി ആരെങ്കിലും ഒരാളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിട്ട്, വിദേശം എന്ന് തന്നെ ഇല്ല, കുറച്ച് അകലേക്ക് പോയി ലോങ് ഡിസ്റ്റൻസിൽ പോയി എന്തോ ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ആരെയോ കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ആകും എന്ന ഒരു മെസ്സേജാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം, സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യം, എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് 2 കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻഡ്സും 5 ഓഫ് വാൻഡ്സുമാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡുകൾ. ഇത് ഫയർ എനർജി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ഒക്കെ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ്, അങ്ങനെ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ട് എക്സാം എഴുതുന്നവർ, ഇനി എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ഇനി എക്സാമൊക്കെ എഴുതി പക്ഷേ ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ആ ഒരു ചാൻസ് കിട്ടാനായിട്ട് സാധിക്കും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു കാര്യം കിട്ടും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട്. എക്സാം എഴുതിയിരിക്കുന്നവരാണെങ്കിൽ അവർ ജയിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതൊക്കെയാണ് ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നമുക്ക് ഈ ഒരു 2 കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് സോർഡ്സ് കുറേ നാളായി ഒരു റിലേഷൻഷിപ്പിൽ ബെറ്ററായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. പല കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ബെറ്ററായിട്ട് പോകണം എന്നൊക്കെ കരുതി നമ്മൾ കുറച്ച് ആളുകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പരിശ്രമിച്ച ആളുകൾക്കൊക്കെ ഒരു പോസിറ്റീവ് മൂവ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ബാലൻസ് വരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുന്നു, ഒരു മാറ്റങ്ങൾ വരുന്നു, അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നയൻ ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്ന കാർഡ്. നയൻ ഓഫ് വാൻഡ്സ് കാർഡ് മെയിനായിട്ടും കാണിക്കുന്നത് ഒരു നോളജ് പരമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു. എന്തോ ഒരു നേട്ടം, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ടാകാം, വിദ്യാഭ്യാസപരമായി നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ പഠിത്തത്തിന് പറ്റിയൊരു ജോലി കിട്ടാനായിട്ടൊക്കെ ഒത്തിരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായ, അപ്പോൾ അങ്ങനെ ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു. പുതിയതായിട്ടൊരു നേട്ടത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു നേട്ടം നിങ്ങളെ തേടി വരുന്നു, തികച്ചും വ്യത്യസ്തമായ. അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു PSC കോച്ചിങ്ങിനായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
IT ഫീൽഡിലായിരിക്കും. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു നല്ല നേട്ടം ഉണ്ടാക്കണം, അവിടെ മുന്നോട്ട് പോകണം, അവിടെ നിന്ന് നല്ല ഹയർ പൊസിഷനിലേക്ക് പോകണം എന്നൊക്കെ കരുതി നിങ്ങൾ അതിലേക്ക് ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. പക്ഷേ ആ ഒരു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിയിലേക്ക് നിങ്ങളെ തിരിച്ചു വിടുകയാണ് യൂണിവേഴ്സ്. ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടുകയും നിങ്ങൾ ആ വഴി കയറിപ്പോയി അങ്ങനെ നല്ല രീതിയിലാകാൻ അങ്ങനത്തെ എന്തോ ഒന്ന് വ്യത്യസ്തമായ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കുറച്ച് ആളുകളൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ വേറെ കുറച്ച് ആളുകൾ ചോദിക്കുന്നത് കറക്റ്റായിട്ട് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റ് ക്വസ്റ്റ്യനുകൾ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടൊരു കാർഡ് എടുത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്ത് ക്വസ്റ്റ്യൻ ആണോ അല്ലെ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത് ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് വെൽത്ത് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ പരമായ ഇഷ്യൂസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കോൺഫ്ലിക്റ്റുകളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ വീഡിയോ കാണുന്ന സമയത്ത് അത് മാനിഫെസ്റ്റ് ചെയ്യുക. അതിനുശേഷം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അത് തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ്. നമുക്കൊരു എക്സ്ട്രാ കാർഡും കൂടി എടുത്ത് നോക്കാം. നിങ്ങൾ ഭയമില്ലാതെ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ഒരു ഭയമില്ലാതെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അയാളെ നോക്കി നിന്നിട്ട് കാര്യമില്ല. നിങ്ങളൊരു കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ആ ഒരു ആഗ്രഹം എന്താണോ അത് സാധിച്ചു കിട്ടുമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ തരുന്ന അഡ്വൈസ്. ഇനി ഏഞ്ചൽസ് മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. പേജസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു എക്സ്ട്രാ കാർഡും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനലൊരു എക്സ്ട്രാ കാർഡും കൂടെ എടുത്ത് നോക്കാം. സ്ട്രെങ്ത് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം സാധിച്ച് കിട്ടാൻ പോവുകയാണ്. അതായത് ഏഞ്ചൽസ് അതിനുള്ളൊരു വഴികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്ലാനിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. ഒരു നിങ്ങളൊരു എഫേർട്ട് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് സാധിച്ച് കിട്ടും. എഫേർട്ട് എടുത്താൽ, അതായത് ചില സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് എഫേർട്ട് എടുത്താലും ചിലപ്പോൾ നടക്കണമെന്നില്ല. കാരണം അത് കറക്റ്റായ യൂണിവേഴ്സ് പറയുന്ന ഒരു സമയമായില്ല എങ്കിലും നമുക്ക് ആ ഒരു എന്ത് എഫേർട്ട് എടുത്താലും ഒരു കാര്യം സാധിച്ചു കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ച് കിട്ടും എന്നാണ് പറയുന്നത്. ബട്ട് സ്പിരിച്വലി നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടാകണം. അത് സ്പിരിച്വലി കണക്ഷൻ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ലേ, അതായത് ഒരു ഒഴുക്കിൻ്റെ ഒപ്പം നീന്തുന്ന അവസ്ഥ. ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഒഴുക്കിനൊപ്പം പോയിക്കൊണ്ടിരിക്കണം. അതിനെ കോൺഫ്ലിക്റ്റ് ചെയ്ത് എതിർത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും. കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു ഒഴുക്കിനകത്ത് ഒഴുകി പോകുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നല്ലത് കിട്ടുകയാണെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾ ഒഴുക്കിനൊപ്പം ഒഴുകാതെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എനർജീസ് അതിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും എതിര് നിൽക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴും നിങ്ങൾക്ക് കുറേ എനർജീസ് നഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാം ഓവർകം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ട ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒഴുക്കിനൊത്ത് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ ഒരു കാര്യം തന്നെ സാധിച്ച് കിട്ടും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദയവായിട്ട് കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.